പഴയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയാനായിട്ട് പറ്റിയ ഒരുപക്ഷെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ കർത്താവ് പരീക്ഷിച്ച സംഭവമായിരിക്കും. കർത്താവിൻ്റെ ഈ വലിയ പരീക്ഷണം അബ്രാഹം നേരിടുന്നതായിട്ട് കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിലാണ്. ഈ അധ്യായത്തിൽ കർത്താവ് അബ്രാഹത്തെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വചനഭാഗമുണ്ട്. എനിക്ക് തോന്നുന്ന ഈ വചനമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വചനമായിരിക്കും. 22-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുലിഖിതത്തിൽ അബ്രാഹത്തെ കർത്താവ് വിളിച്ചിട്ട് ഇപ്രകാരമാണ് പറയുന്നത്: നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായിട്ട് അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, 22-ാം അധ്യായത്തിന്റെ 1-ാം തിരുലിഖിതത്തിൽ അബ്രാഹത്തെ പരീക്ഷിക്കാനായിട്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വചനം പറയുന്നുണ്ട്. പക്ഷെ ഇത് അബ്രാഹത്തിന് അറിയത്തില്ലല്ലോ. ഇത് ആത്മാവിനാൽ നിറഞ്ഞെന്ന് എഴുത്തുകാരൻ എഴുതിയ സംഭവമാണ്. ഓർക്കുക, കർത്താവ് പരീക്ഷിക്കാനായിട്ടാണ് അബ്രാഹത്തെ വിളിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എഴുതിയ എഴുത്തുകാരൻ പറയുന്നുണ്ടെങ്കിലും അബ്രാഹത്തിന് ഇതറിയത്തില്ല. അബ്രാഹാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആദിജാതനെ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു സംസ്കാര രീതി അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ കർത്താവിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏകജാതനെ അല്ലെങ്കിൽ മക്കളെ കർത്താവിന് ബലിയർപ്പിക്കുന്ന ഒരു സംസ്കാര രീതി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദൈവങ്ങളോടുള്ള വിധേയത്വം പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സംസ്കാര രീതിയിൽ അങ്ങനെ ഒരു ദേശത്ത് അബ്രാഹം ജീവിക്കുമ്പോൾ അബ്രാഹം ചിന്തിച്ചു പോയിട്ടുണ്ടാകും, എൻ്റെ ഏകജാതനെ കർത്താവിന് കൊടുക്കണമെന്ന്. അപ്പോൾ അബ്രാഹം തൻ്റെ ഏകപുത്രൻ്റെ ജീവനെ ബലിയായിട്ട് കർത്താവിന് കൊടുക്കാനായിട്ട് മനസ്സിൽ 100% തീരുമാനിച്ചിരുന്നു. ഇത് അബ്രാഹത്തിനും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുത്രനായ ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വചനം കാണുന്നത് 22-ാം അധ്യായത്തിൻ്റെ 7-8 തിരുലിഖിതങ്ങളിലാണ്. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അബ്രാഹം വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അപ്പോൾ അബ്രാഹം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകപുത്രൻ്റെ ജീവനെ കർത്താവിന് ബലിയായിട്ട് കൊടുക്കാൻ അബ്രാഹത്തിൻ്റെ മനസ്സിൽ 100% ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അബ്രാഹം വേറൊരു കുഞ്ഞാടിനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല അവിടെ. പക്ഷെ മകനായ ഇസഹാക്കിനോട് പറയുന്നുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടിനെ കർത്താവ് തരും. ഇത് തൻ്റെ പുത്രനായ ഇസഹാക്കിനോട് പറയുന്നൊരു നുണയാണ്. എന്തിനാണ് അബ്രാഹം നുണ പറഞ്ഞത്? കാരണം നുണ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞവിടുന്ന് ഓടിക്കളയുമെന്നുള്ള പേടി അബ്രാഹത്തിനുണ്ടായിരിക്കും. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അബ്രാഹം പറയാണ്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. വെറുതെ പറഞ്ഞ കാര്യമാണ്. അബ്രാഹം വെറുതെ പറഞ്ഞാണെങ്കിലും കർത്താവ് അബ്രാഹം പറഞ്ഞ ആ വാക്ക് അതുപോലെ തന്നെ സംഭവിപ്പിച്ചു. അബ്രാഹം ഒരു കുഞ്ഞാടിനെ അവിടെ കാണുകയാണ്. കർത്താവ് ഒരു കുഞ്ഞാടിനെ ആ സമയത്ത് അബ്രാഹത്തിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളാരും നോട്ട് ചെയ്യാത്ത ഒരു നല്ല വചനഭാഗം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിതാണ്. അബ്രഹാം തൻ്റെ മകനോട് പറയുന്നു, കുഞ്ഞാടിനെ കർത്താവ് തരും. കുഞ്ഞാടിനെ കർത്താവ് കൊടുത്തു. ശരിക്കും അബ്രഹാം സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമല്ല അത്. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് വെറുതെ ഒന്ന് പറഞ്ഞ കാര്യമാണ്. അല്ലെ, കുഞ്ഞായ അവനെ കൊല്ലാൻ പോകാമെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ അവൻ ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചായിരിക്കാം ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞത്. സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. അബ്രഹാം സീരിയസ് ആയിട്ട് പറഞ്ഞല്ലെങ്കിലും ദൈവം അത് സീരിയസ് ആയിട്ട് എടുത്തു. നമ്മൾ ചിലരുടെ അടുക്കലൊക്കെ ചില ആൾക്കാർ വന്ന് ചില സങ്കടങ്ങൾ പറയും, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചോദിക്കും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഒന്നിലെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അവരായിരിക്കാം നമ്മളോട് ഈ പ്രശ്നം പറയുന്നതും നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നതും. അപ്പോൾ നമ്മളിതൊക്കെ കേട്ടിട്ട് പറയും, സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാം ശരിയായിക്കോളും എന്ന് പറയും. പക്ഷെ നമ്മളിങ്ങനെ പറയെങ്കിലും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല 100% അത് അതുപോലെ തന്നെ നടക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ള, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിനോട് വിശ്വസ്തത കാട്ടുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിച്ചോ? അതായത്, സാരമില്ല, ഇതെല്ലാം സംഭവിച്ചോളും, ഡോണ്ട് വറി, പേടിക്കണ്ട, അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലും പറയുന്നതെങ്കിലും ഞാനൊരു കാര്യം പറയുന്നു, ആ വ്യക്തിയുടെ കർത്താവിനോടുള്ള വിശ്വസ്തതയെ പ്രതി, ആ വ്യക്തിയുടെ കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി, ആ വ്യക്തിയുടെ വിശുദ്ധിയെ പ്രതി വെറുതെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണെങ്കിലും വെറുതെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞാണെങ്കിലും അത് അതുപോലെ സംഭവിച്ചിരിക്കും. കാരണം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുക. അബ്രാഹത്തിന് കർത്താവിലുള്ള വിശ്വാസവും കർത്താവിനോടുള്ള വിശ്വസ്തതയും വലുതായിരുന്നു. അതുകൊണ്ടാണ് അബ്രാഹാം ഒരു ആശ്വാസവാക്ക് എന്ന പോലെ പറഞ്ഞതാണെങ്കിലും അത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, നല്ല വിശ്വാസത്തിലും നല്ല വിശുദ്ധിയിലും നല്ല വിശ്വസ്തതയിലുമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ വെറുതെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ പോലും കർത്താവ് അത് മാനിക്കും.
കാരണം കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരൊരു വാക്കുപോലും വ്യർത്ഥമായി പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിച്ച് അനുഗ്രഹങ്ങൾ മേടിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരാശീർവാദം സ്വീകരിക്കാം.